തൃശൂർ പാലപ്പള്ളിയിൽ വന്യജീവി ആക്രമിച്ച കുറുക്കന്റെ ജഡം കണ്ടെത്തി. പുന്നക്കര അപ്പന്റെ വീടിന് സമീപമാണ് ഈ കുറുക്കന്റെ ജഡം കണ്ടെത്തിയത്. മേഖലയിൽ പുലി ശല്യം രൂക്ഷമായതുകൊണ്ട് പുലി ആക്രമിച്ചതാകാമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ സംശയിക്കുന്നത്. അമൽ സുരേന്ദ്രൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. അമൽ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അമൽ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ എന്തായാലും വരുന്നൊരു വാർത്ത എന്ന് വെച്ചാൽ വന്യജീവി ആക്രമണം, അതായത് പാലപ്പള്ളിയിൽ വന്യജീവി ആക്രമണം കൂടി വരികയാണ്. നമുക്കറിയാവുന്നതാണ്, വന്യജീവി ആക്രമണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തുടർക്കഥയാവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ പാലാപ്പള്ളിയിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു. പുലിയാണ് ഇവിടെ ആക്രമണത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുന്നക്കര കൊച്ചാപ്പൻ്റെ വീടിൻ്റെ എതിർവശത്തുള്ള തോട്ടത്തിലാണ് കുറുക്കനെ വയറ് കടിച്ചു മുറിച്ച നിലയിൽ കുറുക്കനെ കണ്ടെത്തിയത്. ഇത് പുലി പിടിച്ചതാക്കാം എന്നുള്ളൊരു സംശയത്തിലാണ് നാട്ടുകാർ. കാരണം സംശയത്തിനെ ബലപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പുലിശല്യം ഈ പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. അതിന്റെ ഭാഗമായി വനംവകുപ്പിനോട് നിരന്തരമായിട്ടുള്ള പരാതികൾ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി അവിടെ കൂട് വയ്ക്കുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ പുലിയെ കണ്ടെത്തുവാനോ പുലിയുടെ ട്രേസ് കണ്ടെത്തുവാനോ ഒന്നും വനംവകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായി പുന്നക്കര കൊച്ചാപ്പന്റെ വീടിന്റെ എതിർവശത്തായിട്ട് ഒരു കുറുക്കന്റെ വയറ് കീറി മുറിച്ച രീതിയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടേ തുടർന്ന് നാട്ടുകാർക്കെല്ലാം വല്ലാത്ത ആശങ്കയാണുള്ളത്. ഈ ആശങ്കയെ തുടർന്ന് നാട്ടുകാർ പലതരത്തിലുള്ള പ്രതിഷേധത്തിനും തയ്യാറാകുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അവർ പ്രതിഷേധത്തിന് തയ്യാറാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആശങ്കകളുമുണ്ട്. ഈ ഒരു വളരെയധികം സാമൂഹ്യമായിട്ട് പലതരം ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ജനങ്ങൾക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. കാരണം അവരുടെ സ്ഥലത്തിൻ്റെ വില കുറയും എന്ന രീതിയിലൊക്കെയുള്ള ആശങ്കകളുണ്ട്. അത് നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ പോകാത്തത്. എങ്കിലും വന്യജീവി ആക്രമണം, പ്രത്യേകിച്ചും പുലിയുടെ ആക്രമണം അതീവ രൂക്ഷമായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. എസ് കെ എൻ.